ലോകാധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾ, ഇന്ത്യയുടെ പൗരാണിക ചരിത്രം, ധർമ്മം, തത്വചിന്ത എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച് ചില ആലോചനകൾ പങ്കുവെക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അരമണിക്കൂറിനുള്ളിൽ ഈ വിഷയമെല്ലാം സമഗ്രമായി പരിശോധിക്കുക എന്നുള്ളത് അത്യന്തം പ്രയാസകരമായ ഒരു കാര്യമാണ്. പക്ഷെ സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്, സംക്ഷേപേണ വക്തവ്യം, ചുരുക്കി പറയണം, സംക്ഷേപേണ വക്തവ്യം. കുമാരസംഭവത്തിന് ആമുഖം എഴുതുന്ന സന്ദർഭത്തിൽ, കാളിദാസന്റെ കുമാരസംഭവത്തിന് ആമുഖം എഴുതുന്ന അവസരത്തിൽ സംസ്കൃത സാഹിത്യ സൈദ്ധാന്തികനായ മല്ലിനാഥൻ കുമാരസംഭവത്തിന്റെ ആമുഖത്തിൽ പറയും, നാ മൂലം ലിഖ്യതേ കിഞ്ചിത് ന അനപേക്ഷിതമുച്യതേ, നാ മൂലം ലിഖ്യതേ കിഞ്ചിത് ന അനപേക്ഷിതമുച്യതേ. ഞാൻ കാര്യകാരണ യുക്തിയില്ലാത്ത ഒരു കാര്യവും ഇവിടെ പറയില്ല, തെളിവുകളില്ലാതെ ഒന്നും തന്നെ ഞാൻ പറയില്ല. തെളിവുകളോടും കാര്യകാരണ യുക്തികളോടും കൂടി മാത്രമേ ഞാൻ ഈ കൃതിയെ വ്യാഖ്യാനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുമാരസംഭവത്തിനും രഘുവംശത്തിനും സംസ്കൃത സാഹിത്യ സൈദ്ധാന്തികനും വ്യാഖ്യാതാവുമായ മല്ലിനാഥൻ ആ വ്യാഖ്യാനത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നത്. ഞാൻ പൊതുവെ മല്ലിനാഥനെയാണ് പിന്തുടരുന്നത്. വിമർശിക്കേണ്ടി വരുന്ന അവസരങ്ങളിലെല്ലാം തന്നെ കാര്യകാരണ യുക്തിയോടുകൂടി ഗ്രന്ഥങ്ങളെ തെളിവ് രൂപമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ചരിത്രപരമായി ഇത്തരം സന്ദർഭങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇന്ത്യയുടെ പൗരാണിക ചരിത്രത്തെ പറ്റി ഇത്ര ആഴത്തിൽ ഇപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നത്? പൗരാണിക ചരിത്രം കഴിഞ്ഞുപോയ ഒരു കാലത്തെ കഥയാണ്. ആ കഴിഞ്ഞുപോയ ഒരു കാലത്തെ കഥയെപ്പറ്റി, കഴിഞ്ഞുപോയ കാലത്തെ ധർമ്മത്തെപ്പറ്റി, കഴിഞ്ഞുപോയ കാലത്തെ തത്വചിന്തയെപ്പറ്റി ഇന്ത്യൻ ഭരണഘടന നിലയിൽ വന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിലും എന്തുകൊണ്ടാണ് പഴയ കാലത്തെ കൃതികളെപ്പറ്റി നമുക്കിപ്പോഴും ചിന്തിക്കേണ്ടി വരുന്നത്? അതാണ് സുപ്രധാനമായ ചർച്ചാ വിഷയം. ഇന്ത്യ പോലെ ഒരു മൂന്നാം ലോക രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും വർഷം കഴിയുമ്പോഴും ഇന്ത്യയെ നയിക്കുന്നത്, ഇന്ത്യയെ നിയന്ത്രിക്കുന്നത് കഴിഞ്ഞുപോയ കാലത്തെ ചിന്തകളും കഴിഞ്ഞുപോയ കാലത്തെ അമ്മൂമ്മ കഥകളും ആയതുകൊണ്ടാണ് നമുക്കിപ്പോഴും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യുകയും അത് പരിശോധിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ള പ്രാഥമികമായ കാര്യം. എന്താണ് ഇന്ത്യയുടെ പൗരാണിക ചരിത്രം? ആ പൗരാണിക ചരിത്രത്തിന് സമകാലിക ഇന്ത്യയിൽ എന്താണ് കാര്യം? ഈ ചോദ്യം അന്വേഷിക്കുമ്പോഴാണ് ഇന്ത്യയുടെ പൗരാണിക ചരിത്രത്തിന് സമകാലിക പ്രസക്തി ഉണ്ടായി വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, രാമായണം സീരിയലും അതുപോലെ തന്നെ മഹാഭാരതം സീരിയലും പരമ്പരാരൂപത്തിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. അതുപോലെ ജയ് ശ്രീരാം, എത്രയോ അധികം സീരിയലുകൾ. ഇപ്പോൾ മലയാളത്തിൽ ഏഷ്യാനെറ്റിൽ 6 മണിക്ക് മാളികപ്പുറത്തമ്മ ആ പരമ്പരയിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്തു വരുന്നുണ്ട്. എന്താണ് ഈ പരമ്പരകളുടെ എല്ലാം ലക്ഷ്യം? ഈ പരമ്പരകൾ എന്തെന്ത് സന്ദേശങ്ങളാണ് സമൂഹത്തിന് നൽകുന്നത്? അത് ആഴത്തിൽ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൗരാണിക ചരിത്രം എന്താണെന്ന് നമുക്ക് അന്വേഷിക്കേണ്ടി വരും. 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ആ വിഷയത്തിലേക്ക് വരാം. അതിലൊന്ന്, കൗസല്യ വനവാസത്തിന് പോകുന്ന രാമനെയും സീതയെയും കണ്ടുകൊണ്ട് ബോധം കെട്ടു വീഴുന്ന ഒരു രംഗം വാൽമീകി രാമായണത്തിൽ വർണ്ണിക്കുന്നുണ്ട്. പൊതുവെ നമ്മൾ രാമായണം പരമ്പരയിൽ കണ്ടത് എന്താണ്? വലിയ കൊട്ടാരങ്ങളാണ് രാമായണ പരമ്പരയിൽ നമ്മൾ കണ്ടത്. സീരിയലിൽ നമ്മൾ കണ്ടത് ഗ്രാനൈറ്റും ഒക്കെ ഇട്ട് മാർബിളിൽ തീർത്ത കൊട്ടാരങ്ങളാണ് രാമായണം സീരിയലിൽ നമ്മൾ കാണുന്നത്. പക്ഷെ വാൽമീകി രാമായണം വായിച്ചു നോക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? വാൽമീകി രാമായണത്തിൽ കൗസല്യ സീതയും രാമനും കാട്ടിലേക്ക് പോയപ്പോൾ
പാംസു സ്നാനിതയായി എന്നാണ് വാൽമീകി രാമായണത്തിൽ എഴുതിയിരിക്കുന്നത്. പാംസു സ്നാനിതയായി. എന്താണ് പാംസു എന്ന് പറഞ്ഞാൽ? മണ്ണെന്നല്ല അർത്ഥം, പൊടി എന്നർത്ഥം. എന്തുകൊണ്ടാണ് ഈ മാർബിളും ഗ്രാനൈറ്റും ഒക്കെയുള്ള നമ്മൾ സീരിയലിൽ കണ്ട കൊട്ടാരത്തില് കൗസല്യ ഇങ്ങനെ പൊടിയിൽ കുഴഞ്ഞവളായി തീർന്നത് എന്തുകൊണ്ടാണ്? ചരിത്ര പണ്ഡിതനും പുരാവസ്തുശാസ്ത്ര വിദഗ്ധനുമായ സംഗാലിയ അന്വേഷിക്കുന്ന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് കൗസല്യ പൊടിയിൽ കുഴഞ്ഞത്? സംഗാലിയ ഉത്തരം നൽകുന്നു: കൗസല്യയും ശ്രീരാമനും താമസിച്ചത് കൊട്ടാരത്തിലല്ല, ഒരു ചുടാത്ത ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച വീട്ടിലായിരുന്നു. ചുടാത്ത ഇഷ്ടിക ഉള്ള വീട്ടിന്റെ പ്രത്യേകത എന്താണ്? ചുടാത്ത ഇഷ്ടിക കൊണ്ട് കെട്ടിടം നിർമ്മിക്കുമ്പോൾ ധാരാളം പൊടി ഇങ്ങനെ അടർന്ന് വീണുകൊണ്ടേയിരിക്കും, എപ്പോഴും പൊടിയായിരിക്കും. അതുകൊണ്ടാണ് കൗസല്യ എന്ത് ചെയ്തത്? പാംസു സ്നാനിതയായി. എന്ന് പറഞ്ഞാൽ രാമായണം സീരിയലിൽ കണ്ടതുപോലെ വലിയ എടുപ്പുള്ള കൊട്ടാരങ്ങളോ മാർബിളുകളോ കണ്ണാടി ചില്ലുകളോ അല്ല അയോധ്യയിലുണ്ടായിരുന്നു. മറ്റൊന്ന്, രാമായണം സീരിയൽ നോക്കുമ്പോഴത്തേക്ക് അമ്പും വില്ലും എല്ലാം ഇങ്ങനെ ഒന്ന് കൂട്ടിമുട്ടി ആകാം, ഇങ്ങനെ ഭയങ്കര തേജോമയമായ രംഗമാണ് സീരിയലിൽ കാണുന്നത്, അല്ലേ? പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഗ്രാഫിക്സും ഒക്കെ വന്നതുകൊണ്ട് അമ്പും വില്ലും ഏറ്റുമുട്ടുന്ന രംഗമൊക്കെ നമുക്ക് കാണാൻ വളരെ മനോഹരമാണ്. പക്ഷെ ചരിത്ര പണ്ഡിതയായ റൊമില ഥാപ്പർ പറയുന്നത് അയോധ്യയിൽ വളരെ ആഴത്തിൽ ഖനനം നടത്തിയിട്ട് പോലും ചെറിയ ചില വീശാങ്കത്തി പോലെയുള്ള അമ്പും വില്ലും കിട്ടിയതല്ലാതെ രാമായണം സീരിയലിൽ കണ്ടതുപോലെയുള്ള സംഗതികളൊന്നും തന്നെ അയോധ്യയിൽ ഖനനം നടത്തിയ സന്ദർഭത്തിൽ ലഭിച്ചിട്ടില്ല. തന്നെയല്ല, വാൽമീകി രാമായണത്തിൽ പറയുന്നത് അസ്ത്രങ്ങൾ എന്നതിനെ സംബന്ധിച്ച് വളരെ വിശേഷമായ ചില പരാമർശങ്ങൾ വാൽമീകി രാമായണത്തിൽ കാണാം. ആരാണ് അസ്ത്രങ്ങൾ? അസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ജയയ്ക്കും സുപ്രമയ്ക്കും ഉണ്ടായ മക്കളാണ് അസ്ത്രമെന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. അസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് മാമാങ്കത്തിൽ കാണുന്നത് പോലെയുള്ള ചാവേർ പടകളാണ്, അവരെയാണ് അസ്ത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. പക്ഷെ സീരിയലിൽ എന്താണ് നമ്മൾ കാണുന്ന അസ്ത്രം എന്ന് പറഞ്ഞാൽ? അത് ഭയങ്കര ആയുധങ്ങളാണ്. പക്ഷെ യാഥാർത്ഥ്യത്തിൽ എന്താണ്? യാഥാർത്ഥ്യത്തിൽ ഈ ചാവേർ പട പോലെയുള്ള ചില ഒരു സംഘം 100 ആളുകളെയാണ് യഥാർത്ഥത്തിൽ വാൽമീകി രാമായണത്തിൽ അസ്ത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതായിരുന്നു യഥാർത്ഥത്തിൽ അസ്ത്രങ്ങൾ. പക്ഷെ സീരിയൽ വന്നപ്പോൾ അസ്ത്രം എന്തായി മാറി? അസ്ത്രം വലിയ ആയുധമായി മാറി. യഥാർത്ഥത്തിൽ മനുഷ്യരായിരുന്നു. അയോധ്യയെ സംബന്ധിച്ചുള്ള വർണ്ണനകൾ അവിടെ നിൽക്കട്ടെ. കിഷ്കിന്ധയെ നമ്മൾ എങ്ങനെയാണ് രാമായണം സീരിയലിൽ കണ്ടത്? കിഷ്കിന്ധ വലിയ കൊട്ടാരക്കെട്ട് പോലെ തന്നെയാണ് കിഷ്കിന്ധയും കണ്ടത്. പക്ഷെ വാൽമീകി രാമായണം വായിച്ചു നോക്കുമ്പോൾ ചെറിയൊരു പൊന്തക്കാട്, ചെറിയ കുറച്ച് ഗുഹകളുമുള്ള ഒരു സ്ഥലമാണ് കിഷ്കിന്ധ എന്ന് വാൽമീകി രാമായണം പറയും. ഇത്രയേ ഉള്ളൂ കിഷ്കിന്ധ. പക്ഷെ സീരിയലിനകത്ത് കിഷ്കിന്ധ ആവിഷ്കരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? വലിയ എടുപ്പുള്ള കൊട്ടാരമായിട്ടാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അതുപോലെ തന്നെ കൊട്ടാരം കാണിക്കുമ്പോൾ കൊട്ടാരത്തിനകത്ത് തളികയ്ക്കുള്ളിൽ ആപ്പിൾ ഓറഞ്ച് നിരന്നിരിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ഇത് കണ്ടാൽ തോന്നും രാമന്റെയും സീതയുടെയും പ്രധാനപ്പെട്ട പരിപാടി ആപ്പിൾ കൃഷിയായിരുന്നു എന്ന് തോന്നും, അല്ലെങ്കിൽ അവിടെ ആപ്പിൾ കൃഷി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ ബാബറും മുഗളന്മാരുടെ കടന്നുവരവിനും ശേഷമാണ് ഈ വിപുലമായ രീതിയിൽ ആപ്പിൾ കൃഷിയൊക്കെ ഉണ്ടായത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ മതി. ശ്രീകൃഷ്ണ പരമ്പരയില് കൃഷ്ണൻ ചപ്പാത്തി തിന്നുന്ന രംഗം നമ്മൾ കാണാം. ശ്രീകൃഷ്ണ പരമ്പരയിൽ ഓർത്തു നോക്കിയാൽ മതി. 80-89 ഒരു 90 കാലഘട്ടത്തിന് ശേഷം ഇറങ്ങിയ ശ്രീകൃഷ്ണ പരമ്പരയിൽ അടുക്കി വെച്ച ചപ്പാത്തി തിന്നുന്ന കൃഷ്ണനെയും കുചേലനെയും ഒക്കെ നമ്മൾ ശ്രീകൃഷ്ണ പരമ്പരയിൽ കാണാം. വിപുലമായ രീതിയിൽ ഗോതമ്പ് കൃഷിയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിക്കുന്ന സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാകാതെ ചപ്പാത്തി ഉണ്ടായില്ല. പക്ഷെ കൃഷ്ണ പരമ്പരയിൽ ചപ്പാത്തി തിന്നുന്ന കൃഷ്ണനെ നമ്മൾ കാണുക. ഇത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള. ഇതുപോലെ തന്നെയാണ് വെജിറ്റേറിയനിസം നമ്മുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇന്നിപ്പോ എല്ലാവരും ശുദ്ധ വെജിറ്റേറിയന്മാരാണ്. ഒരു പൊതുപരിപാടി നടന്നാൽ അവിയലും സാമ്പാറും കാളനും മോരും ഒക്കെയാണ് വിശിഷ്ട ഭക്ഷണം. കർക്കിടക മാസമായി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ 31 ദിവസവും സാമ്പാറാണ്, അല്ലെങ്കിൽ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയ. മത്സ്യവും മാംസവും ഒക്കെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കി എല്ലാവരും ബ്രാഹ്മണരാകുന്ന സമയമാണ്. ഇങ്ങനെ കർക്കിടക മാസത്തെ നമ്മൾ രാമായണ മാസമാക്കി മാറ്റിക്കഴിഞ്ഞു. എന്നാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തില്
കേരളത്തിലെ തിരുവല്ല ഗ്രന്ഥവരി, തിരുപ്പുരൂർ ഗ്രന്ഥവരി, 8ാം നൂറ്റാണ്ട് മുതലുള്ള വാഴപ്പള്ളി ശിലാശാസനം ഉൾപ്പെടെയുള്ള വ്യത്യസ്ത ശിലാശാസനങ്ങളും ഗ്രന്ഥവരികളും പരിശോധിക്കുമ്പോൾ കേരളത്തിൽ രാമായണ മാസം എന്ന് പറയുന്നൊരു പരിപാടി നടന്നിട്ടില്ല എന്നാണ് ഈ ഗ്രന്ഥവരികളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുക. മഹാഭാരതം പട്ടത്താനം എന്ന് പറയുന്ന പരിപാടി നടന്നിരുന്നു. മഹാഭാരതം പട്ടത്താനം അല്ലാതെ രാമായണത്തെ സംബന്ധിച്ചുള്ള വായനകളോ രാമായണ പാരായണമോ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ രാമന് വലിയ രീതിയിലുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ രാമക്ഷേത്രങ്ങൾ പരിശോധിച്ചാൽ അറിയാം, അതെല്ലാം ചതുർബാഹുവായ വിഷ്ണു പ്രതിമ എല്ലായിടത്തും. തൃക്കാക്കര വാമന ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ വാമനമൂർത്തി അല്ല അവിടെ പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠ എന്താണ്? ചതുർബാഹുവായ വിഷ്ണു. വാമനനെ അതിൽ ആരോപിക്കുക. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതെല്ലാം നിർമ്മിച്ചെടുക്കുകയാണ്. ഓരോരോ ആഖ്യാനങ്ങളെ ബിംബത്തിൽ കെട്ടി ആരോപിച്ച് പുതിയ അമ്മുമ്മ കഥകൾ ബ്രാഹ്മണ്യം സൃഷ്ടിച്ചെടുക്കുകയാണ്. ഇതാണ് നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെജിറ്റേറിയനിസത്തിന്റെ ഒരു പാരമ്പര്യം നിർമ്മിച്ചെടുക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? വാൽമീകി രാമായണത്തിൽ രാമനും സീതയും കൃഷ്ണനും എല്ലാം വെജിറ്റേറിയന്മാരായിരുന്നോ? അവരെന്താണ് കഴിച്ചിരുന്നത്? അവർ സാമ്പാറും ചോറുമാണോ കഴിച്ചിരുന്നത്? അതോ നമ്മൾ ക്ഷേത്രങ്ങളിൽ കാണുന്ന വെള്ളനേദ്യവും പാൽപ്പായസവും ഉണ്ണിയപ്പമാണോ കഴിച്ചിരുന്നത്? പരിശോധിക്കേണ്ട വിഷയമാണ്. പരിശോധിക്കാം. സീത വനവാസത്തിന് പോകുന്ന രംഗത്തെ പറ്റി വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. വനവാസത്തിന് പോകുന്ന സീത ഗംഗാ നദി മറികടക്കുമ്പോൾ ഗംഗയോട് പ്രാർത്ഥിക്കുകയാണ്, യക്ഷേ ത്വാം പ്രിയതാം ദേവി, അല്ലയോ യക്ഷി, നീ ഞങ്ങളിൽ പ്രീതിപ്പെടുക. വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ സുരാഗട സഹസ്രേണ മാംസഭൂതൗദനേന ച. വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ നിനക്ക് എന്ത് നൽകാം? സുരാഘട സഹസ്രേണ, 1000 കുടം മദ്യം നൽകാം. കൈക്കൂലിയാണെന്ന് വിചാരിക്കണ്ട, വഴിപാടാണ്. ആ വഴിപാട് ഒരു തരം കൈക്കൂലിയാണല്ലോ. ദൈവത്തിന് കൊടുക്കുന്ന കൈക്കൂലിയുടെ പേരാണ് വഴിപാട്. സുരാഘട സഹസ്രേണ മാംസഭൂതൗദനേന ച, മാംസോദനം നൽകാം. എന്താണ് ഓദനം എന്ന് പറഞ്ഞാൽ? ഓദനം എന്ന് പറഞ്ഞാൽ ചോറ്. മാംസോദനം എന്ന് പറഞ്ഞാൽ മാംസച്ചോറ്. എന്താണ് മാംസച്ചോറ്? എന്താണ് മാംസച്ചോറ്? ബിരിയാണി. അപ്പോ സീത ഗംഗാദേവിക്ക് നടന്ന വഴിപാട് എന്താണ്? ബിരിയാണിയാണ്. എന്ത് ബിരിയാണിയാണ്? അത് വെജിറ്റബിൾ ബിരിയാണി അല്ല. എന്തായാലും മാംസച്ചോറ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് ചിക്കൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ ആകാമെന്നുള്ള കാര്യത്തിൽ സംശയത്തിന് അവകാശമില്ല. പമ്പാ സരസിൽ നൗകയിൽ ഇരിക്കുമ്പോൾ സീതയ്ക്ക് രാമൻ നല്ല ചുട്ടെടുത്ത മീനിനെ കൊടുക്കുകയാണ്. കഴിച്ചു നോക്കൂ സീതയെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കൊഴുത്തുരുട്ട മീനിനെ കൊടുക്കുന്ന രാമന്റെ ചിത്രം വാൽമീകി രാമായണത്തിൽ കാണാം. സീത മാംസേന ഛന്ധയൻ, സീതയെ മാംസം കൊടുത്ത് രാമൻ സന്തോഷിപ്പിച്ചു എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. ഇതെല്ലാം തെളിയിക്കുന്നത് വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലൂടെ വെജിറ്റേറിയനിസത്തിന്റെ യാതൊരു പാരമ്പര്യവും വേദോതിഹാസ പുരാണ പാരമ്പര്യങ്ങളിൽ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അച്ചടിയും കിച്ചടിയൊക്കെ കഴിക്കുന്നുണ്ടാകും, നമ്മുടെ ഇഷ്ടം. പക്ഷേ ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ കാളനും ഓലനും കഴിച്ചാണ് ജീവിച്ചത് നമ്മൾ പറയുന്നത്. വാൽമീകി രാമായണത്തിലും മഹാഭാരതത്തിലും അതിനൊന്നും തെളിവില്ല എന്ന് മാത്രമല്ല, അതിനെതിരായ ധാരാളം തെളിവ് രൂപങ്ങൾ നമുക്ക് കാണുക കൂടി ചെയ്യാം. ദശരഥൻ ഒരു യാഗം നടത്തുന്നുണ്ട്, അശ്വമേധ യാഗം. ഈ അശ്വമേധ യാഗം എന്ന് പറയുന്നത് എന്താണ്? അത് സാധാരണ നിലയ്ക്കൊരു യാഗമല്ല. പ്രധാനമായിട്ടും കുതിരക്കറിയോ കുതിരയുടെ മാംസം കറി വെക്കുന്ന പരിപാടിയാണ്. അതിന്റെ പേരാണ് അശ്വമേധ യാഗം. പേര് കേട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വലിയ പരിപാടിയാണ്. ഒരു പരിപാടിയില്ല. വലിയ ചെമ്പ് വെച്ചിട്ട് കുതിരയുടെ മാംസം വേവിച്ച് തിന്നുക, ഇത് തന്നെ പരിപാടി. അതിന്റെ പേരാണ് അശ്വമേധ യാഗം. കുതിരയുടെ മാംസം വെന്ത മണം വന്നിട്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്നാണ് ദശരഥൻ പറയുന്നത്. വാൽമീകി രാമായണത്തിലുണ്ട്. കുതിരയുടെ മാംസം വെന്ത മണം ഇങ്ങനെ വരികയാണ്. എന്ത് മസാലയാണ് അവർ ചേർത്തിട്ടുണ്ടാവുക? ഇല്ല, മഞ്ജുവാരിയുടെ പരസ്യത്തിലുള്ള എന്താണ് കിങ് ഫിഷർ, എന്താണ് മസാലപ്പൊടിയുടെ പേര്? ഈസ്റ്റേൺ മസാല. കിച്ചൺ ട്രഷറാണോ ചേർത്ത് നമുക്ക് സംശയിക്കേണ്ടി വരും. അത്ര നല്ല ഉഗ്രമായ മണം ഇങ്ങനെ വരികയാണെന്നാണ് ദശരഥൻ പറയുന്നത്. അതിനുശേഷമുള്ള യാഗ രംഗം വർണ്ണിക്കുന്നുണ്ട്. നമ്മളത് സൂക്ഷ്മ പരിശോധന. പിൽക്കാലത്ത് ചാർവാകന്മാർ കളിയാക്കുന്നുണ്ട്.
അശ്വസ്യാത്രി ശിഷ്ണന്തു പത്നിഗ്രാഹ്യം പ്രകീർത്തിതം. നാണമില്ലേ നിങ്ങൾക്ക്? അശ്വത്തിന്റെ ശിഷ്ണനെടുത്ത് ഈ രാജാക്കന്മാരുടെ സ്ത്രീകളുടെ യോനിക്കകത്ത് വെക്കുന്ന പരിപാടി നടത്താൻ നാണമില്ലേ എന്ന് ചാർവാകന്മാർ പിൽക്കാലത്ത് കളിയാക്കുന്നുണ്ട്. ഇത് സായണന്റെ സർവദർശന സംഗ്രഹത്തിൽ ചാർവാക ദർശനം അവതരിപ്പിക്കുന്ന ഭാഗത്ത് കാണാം. പച്ചയായിട്ട് ഞാൻ പറയാത്തതാണ്, നിങ്ങൾ ഊഹിച്ചു വേണം ബാക്കി. എന്താണ് നടന്ന പരിപാടി? ഈ ഹോമകുണ്ടത്തിൽ നിന്ന് ഇങ്ങനെ അഗ്നിദേവൻ പൊങ്ങി വന്നിട്ട് പായസം കൊടുത്ത് ഇവരൊക്കെ ഉണ്ടായെന്നാണല്ലോ കഥ. പക്ഷെ യാഥാർത്ഥ്യം പരിശോധിക്കുമ്പോൾ കഥ വേറെയാവും. അങ്ങനെ കഥ പറഞ്ഞു വരുമ്പോൾ മതനിന്ദയാകും, നമ്മളൊക്കെ ചിലപ്പോൾ ജയിലിൽ പോകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ പറയാതെ നിവർത്തിയില്ല. എന്താണ് സംഭവിച്ചത് അവിടെ? യാഗശാലയിൽ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ ഈ യാഗം നടക്കുമ്പോൾ രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട ഭാര്യമാരെ നഗ്നരായി ഈ അശ്വത്തിന്റെ അടുത്ത് കിടത്തുന്ന ഒരു പരിപാടിയുണ്ട്. അശ്വമേധയാഗത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് അതാണ്. എന്നിട്ട് എന്ത് ചെയ്യും? അശ്വത്തിന്റെ ശിഷ്ണം എടുത്ത് മുറിച്ച് ഈ പത്നിമാരുടെ യോനിയിൽ തൊടുവിക്കുക. ഇതാണ് യാഗത്തിലെ പ്രധാനപ്പെട്ട പരിപാടി. ഇപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ അയ്യ എന്തൊരു വൃത്തികേടെന്നൊക്കെ തോന്നിയേക്കാം. ഈ വൃത്തികേടാണ് വലിയ മഹത്വപരമായ പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആർഷഭാരത സംസ്കാരത്തിന്റെ മഹനീയ പരിപാടിയായിട്ട് നടന്നുകൊണ്ടിരിക്കും. പിൽക്കാലത്ത് ഇതിനെ നരേന്ദ്രഭൂഷണെ പോലെയുള്ളവർ, ദയാനന്ദ സരസ്വതിയെ പോലെയുള്ളവർ കുൽസിത വ്യാഖ്യാനം നടത്തുന്നുണ്ട്. അശ്വ എന്ന് പറഞ്ഞാൽ അശ്വമല്ല, ആ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ശ്വ എന്ന് പറഞ്ഞാൽ അഗ്നി. അങ്ങനെ അശ്വ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാഗ്നി. ഇങ്ങനെയാണ്. ഗോ എന്ന് പറഞ്ഞാൽ പശു അല്ല, ഗോ എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഗോ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നാണ് അർത്ഥം. ഇങ്ങനെ വിചിത്രമായ വ്യാഖ്യാനങ്ങളാണ് സത്യാർത്ഥ പ്രകാശം എഴുതിയ ദയാനന്ദ സരസ്വതിയും അദ്ദേഹത്തിന്റെ കേരളത്തിലെ പിന്തുടർച്ചക്കാരനായ ആചാര്യ നരേന്ദ്രഭൂഷണെ പോലെയുള്ളവർ കുൽസിത വ്യാഖ്യാനം നടത്തുന്നുണ്ട്. ഇതേ വ്യാഖ്യാനം ലീലാവതി ടീച്ചർ നടത്തും. ലീലാവതി ടീച്ചർ വാൽമീകി രാമായണത്തിന് വ്യാഖ്യാനം എഴുതുന്ന സന്ദർഭത്തിൽ ടീച്ചർ പറയും, മാംസം എന്ന് പറഞ്ഞാൽ മാംസമല്ല. പിന്നെന്താണ് മാംസം എന്ന് പറഞ്ഞാൽ? അത് പഴുത്തു പാകമായ ഫലമാണ്. പഴുത്തു പാകമായ ഫലം. ഇതാണ് ടീച്ചറിന്റെ വ്യാഖ്യാനം. കാരണം രാമൻ മാംസം തിന്നുന്നു എന്ന് ടീച്ചറിന് ചിന്തിക്കാനേ കഴിയില്ല. അതുകൊണ്ട് മാംസത്തിന് ടീച്ചർ കൊടുത്ത വ്യാഖ്യാനം എന്താണ്? പഴുത്തു പാകമായ ഫലം. ഭരതൻ രാമനെ അന്വേഷിച്ച് ഭരദ്വാജന്റെ ആശ്രമത്തിലെത്തുന്നു. അപ്പോൾ ഭരദ്വാജൻ ചില വിശിഷ്ട സൽക്കാരങ്ങൾ ഭരതന് നൽകുന്നുണ്ട്. എന്താണ് നൽകിയത്? വന്നിട്ട് ചായയും ആരോഗ്യത്തിന്റെ ബിസ്ക്കറ്റും കൊടുത്തോ? ഇല്ല. കാരണം ചായ ഇടാൻ പാലുണ്ടായിരുന്നില്ല. പാലുണ്ടായിരുന്നെങ്കിൽ തന്നെ തേയിലയില്ല. അത്തരം സംഭവവികാസങ്ങളൊന്നും വികസിച്ചിട്ടില്ല. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് തേയില കൃഷി വ്യാപകമായിട്ട് ചായ കുടിക്കാനൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് ചായ കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെന്താണ് കൊടുത്തത്? അത് വാൽമീകി രാമായണത്തിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. പന്നിക്കറി, കോഴിക്കറി, ആടിന്റെ കറി, ഇങ്ങനെ പന്നി, കോഴി, ആട്, ചിക്കൻ, പിന്നെ ഒരു സുരയും കൂടെ കൊടുത്തു. മൈരേയം എന്ന് പറയുന്ന പ്രത്യേകതരം സുര. സുര എന്ന് പറഞ്ഞാൽ മദ്യം തന്നെ. ഇതെല്ലാം ഭരതൻ ആരെ കൊടുത്ത്? ഭരതന് കൊടുത്ത് ഭരദ്വാജൻ സൽക്കരിച്ചു എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. ഇപ്പൊ ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ ശുദ്ധ സംസ്കാരമാണ്. എല്ലാവരും സാമ്പാറും തോരനും കഴിച്ചിരുന്ന ശുദ്ധ വെജിറ്റേറിയൻ കാലം. എല്ലാവരും തപസ്സികളായിരുന്ന ശുദ്ധകാലം. ജയദേവന്റെ ഗീതഗോവിന്ദം എടുത്ത് വായിച്ചു നോക്കണം ശുദ്ധ കാലത്തെ പറ്റി. ഗോപി വീന പയോദര മർദ്ദിത ചഞ്ചല കരയുക ശാലി എന്നാണ് ഗീതഗോവിന്ദത്തിൽ പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ഗോപി വീന പയോദര മർദ്ദന ചഞ്ചല കരയുക ശാലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അർത്ഥം ഞാൻ പറയുന്നില്ല. അർത്ഥം പറഞ്ഞാൽ അശ്ലീലത്തിന്റെ പരകോടിയിലെത്തും എന്നാണ് നിത്യചൈതന്യതി അത് വ്യാഖ്യാനിച്ച സന്ദർഭത്തിൽ പറയുന്നത്. മലയാളികൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, കണ്ണനാമുണ്ണിയെ കാണുമാറാകണം. മലയാളിയുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ എന്താണ് പറയുന്നത്? പാലാഴി മംഗലൻ കൊങ്ക ഉണരുന്ന കാർമുകിൽ വർണ്ണനെ കാണുമാറാകണം. എന്താണ് കൊങ്ക എന്ന് പറയുന്നത്? ഞാൻ പറയുന്നില്ല, നിങ്ങൾ അന്വേഷിക്കണം. രംഭാതുല്യം തുടയിണയും തവ ജങ്കായുകളം മണിനൂറുകൾ. സന്ധ്യക്കിരുന്ന് ഭക്തിപൂർവ്വം ജപിക്കുക. പക്ഷെ സംഗതി മൊത്തം വശപ്പശ. എന്നിട്ട് പറയുന്നത് ആർഷഭാരതം എന്ന് പറഞ്ഞാൽ മഹത്തായ സംസ്കാരമാണ്. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കാൻ പാടില്ല.
മൊത്തം വസ്ത്ര പരിപൂരിതമായിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. നോക്കൂ, തൃപ്പൂണിത്തുറ ക്ഷേത്രത്തില് റൗക്ക ധരിച്ചെത്തിയ നായർ സ്ത്രീകളുടെ റൗക്ക വലിച്ചൂരി ഒരു രാജാവ് ഉണ്ടായിരുന്നു, പരീക്ഷിത്ത് രാമവർമ്മ തമ്പുരാൻ. മേലാൽ ഒറ്റ നായർ സ്ത്രീകളും റൗക്ക ധരിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു പോകരുത്, തുണി ഇല്ലാതെ മാത്രമേ ക്ഷേത്രത്തിനകത്തോട് കടന്നു പോകാവൂ എന്നാണ് പരീക്ഷിത്ത് രാമവർമ്മ തമ്പുരാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പേര് കൊച്ചി മെട്രോ സ്റ്റേഷൻ ഇടണമെന്നാണ് ചില ആളുകൾ വാദിച്ചത്. ഏത്? നായർ സ്ത്രീകളുടെ റൗക്ക വലിച്ചൂരിയ ഈ മഹാന്റെ പേര് എവിടെ ഇടണം? കൊച്ചി മെട്രോ സ്റ്റേഷൻ. ഇതാണ് ചരിത്രം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു കാലത്ത് സ്ത്രീകൾക്ക് മാറുമറച്ചുകൊണ്ട് പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല. ഇങ്ങനൊരു ചരിത്രമുണ്ട്. ഇന്ന് പക്ഷെ നമ്മളോട് പറയുന്ന കഥകളൊക്കെ വേറെന്തോ വലിയ കഥകളാണ് നമ്മളോട് പറയുന്നത്. എന്തോ മഹത്തായ വലിയ സംസ്കാരത്തിന്റെ ഇടമായിരുന്നു ഇന്ത്യ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പൗരാണിക ചരിത്രം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണ നിർമ്മിതമായ ചരിത്രം അടിസ്ഥാനപരമായി ഇന്ത്യയിലെ അവർണ ജനസമുദായങ്ങളുടെയും ബൗദ്ധരുടെയും ജൈനരുടെയും മുഗളന്മാരുടെയും സാംസ്കാരിക ചരിത്രത്തെ റദ്ദാക്കിക്കൊണ്ട് അതിനു മുകളിൽ ശ്രേണീകൃതമായ അസമത്വത്തെ സ്ഥാപിക്കുന്ന ഒരു ചരിത്രത്തെയാണ് ബ്രാഹ്മണ്യത്തിന്റെ ഇതിഹാസ പുരാണ ഗ്രന്ഥപാഠങ്ങൾ നിർമ്മിച്ചെടുത്തത്. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഈ ബ്രാഹ്മണ സാഹിത്യത്തിന് പുറത്തൊരു വലിയ ജനസമുദായം ഉണ്ടായിരുന്നു. ബൗദ്ധരുണ്ടായിരുന്നു, ജൈനരുണ്ടായിരുന്നു, മുഗളന്മാരുണ്ടായിരുന്നു, അവരുടെ ചരിത്രം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചരിത്രം എന്ന് പറയുന്നത് മൊത്തം എന്താണ്? ഇതിഹാസവും പുരാണവുമാണ്. ഇന്ത്യയുടെ ചരിത്രം ഒന്ന് തെറ്റിദ്ധരിച്ച് വശം കെട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, അതിന് പുറത്തൊരു ചരിത്രമുണ്ട്. ഇന്ത്യയുടെ പൗരാണിക ചരിത്രം എന്ന് പറയുന്നത് ബൗദ്ധരുടെ ചരിത്രം കൂടിയാണ്, മുഗളന്മാരുടെ ചരിത്രം കൂടിയാണ്, വിശ്വാസമില്ലാത്ത ചാർവാകന്മാരുടെ ചരിത്രം കൂടിയാണ് എന്നുള്ളതാണ്. പക്ഷെ അതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യയുടെ പൗരാണിക ചരിത്രത്തെ ഏകാത്മകമായ ഒരു ശിലാരൂപത്തിൽ ബ്രാഹ്മണ്യ ചരിത്രമായി വെട്ടിക്കൂട്ടി എന്നുള്ളതാണ് നാം അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഋഗ്വേദത്തിൽ പറയുന്ന ഒരു സൂക്തമുണ്ട്. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യ കൃതഃ ഊരു തദസ്യ വൈശ്യഃ പദ്ഭ്യാം ശൂദ്രജായത. ബ്രാഹ്മണൻ വിരാട് പുരുഷന്റെ മുഖത്ത് നിന്നുണ്ടായി. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹു രാജന്യ കൃതഃ, ബാഹുക്കളിൽ നിന്നാരുണ്ടായി? രാജന്യനുണ്ടായി, ക്ഷത്രിയനുണ്ടായി. ഊരു തദസ്യ വൈശ്യഃ, ഊരുക്കളിൽ നിന്ന് വൈശ്യനുണ്ടായി. പദ്ഭ്യാം ശൂദ്രജായത, പാദങ്ങളിൽ നിന്ന് ശൂദ്രനുണ്ടായി. ഇതാണ് ചാതുർവർണ്ണ്യം. ചാതുർവർണ്ണ്യത്തിന്റെ ആരംഭം ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിലെ പുരുഷ സൂക്തത്തിലാണ്. ഭാഗവത പുരാണത്തിൽ പറയും പിന്നീട് വിരാട് പുരുഷന്റെ മുഖത്തു നിന്നുണ്ടായ ബ്രാഹ്മണൻ ശ്രേഷ്ഠനും പാദത്തിൽ നിന്നുണ്ടായ ശൂദ്രൻ അധമനുമാണ് എന്ന് ഭാഗവത പുരാണത്തിൽ കലിയുഗ വർണ്ണനയുടെ ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. ഭാഗവത പുരാണത്തിൽ ഈ കലിയുഗ വർണ്ണനയിൽ പറയുന്നത് ഭഗവാൻ വാസുദേവൻ അവസാനം അവതരിക്കും, കലിയുഗത്തിൽ അവതരിക്കും. എന്തിനു വേണ്ടിയാണ് അവതരിക്കുന്നത്? നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് നല്ല ആൾക്കാരെ രക്ഷിക്കാനും ചീത്ത ആൾക്കാരെ ശിക്ഷിക്കാനുമാണ് എന്നുള്ള അമ്മൂമ്മ കഥ പ്രചരിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യം അതല്ല. യാഥാർത്ഥ്യം എന്താണ്? വർണ്ണാശ്രമ ധർമ്മത്തെ പണ്ടേ പോലെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് താൻ അവതരിക്കുന്നത് എന്ന് ഭാഗവത പുരാണത്തിൽ കൃഷ്ണൻ പറയുന്നു. അപ്പൊ ആരെ രക്ഷിക്കാനാണ് വരുന്നത്? ബ്രാഹ്മണ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനാണ് എന്നാണ്. ഗീതയ്ക്ക് ഭാഷ്യം എഴുതുമ്പോൾ ഗീതാഭാഷ്യത്തിന്റെ ആമുഖത്തിൽ ശങ്കരാചാര്യർ പറയുന്നത് ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം ഭഗവാൻ വാസുദേവൻ അവതരിക്കും എന്ന് ശങ്കരാചാര്യർ ഗീതാഭാഷ്യത്തിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കുന്നു. ഇതെല്ലാം തെളിയിക്കുന്നത് വളരെ കൃത്യമായി ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള തൊട്ടുകൂടായ്മയുടെയും തിണ്ടിക്കൂടായ്മയുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു ഐത്ത വ്യവസ്ഥയെ സ്ഥാപിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിഹാസ പുരാണ പാഠങ്ങളിലൂടെ നിർമ്മിക്കപ്പെട്ട ഒരു ലോകബോധ്യം എന്ന് പറയുന്നത്. അതിൽ കീഴാളമായ ചില അടരുകൾ കണ്ടേക്കാം, തദ്ദേശീയമായ ജനവിഭാഗങ്ങളുടെ വിശ്വാസങ്ങൾ കണ്ടേക്കാം, ബഹുജനങ്ങളുടെ ആരാധനകൾ കണ്ടേക്കാം, ബഹുജനങ്ങൾക്കിടയിലുള്ള കഥാരൂപങ്ങളെ എല്ലാം ഈ ഇതിഹാസത്തിലേക്ക് സ്വാംശീകരിച്ചിട്ടുണ്ടാവാം. പക്ഷേ ആ ഇതിഹാസങ്ങളെല്ലാം വാർത്തെടുക്കപ്പെട്ടിട്ടുള്ളത് ബ്രാഹ്മണ്യത്തിന്റെ പ്രത്യയബോധത്തിലും അതിന്റെ അടിസ്ഥാനത്തിലുമാണ് എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ അപകടം എന്ന് പറയുന്നത്. യേശധർമ്മ സനാതന, ഈ ധർമ്മമാണ് സനാതനം എന്ന് പറയും മഹാഭാരതത്തിൽ. നമ്മൾ ആ അവസാനത്തെ വരി മാത്രമേ കണ്ടിട്ടുള്ളൂ, യേശധർമ്മ സനാതന. കേട്ട് കഴിയുമ്പോൾ വളരെ വിശിഷ്ടമാണെന്ന് തോന്നും, പക്ഷെ സംഗതി വശപ്പിശയാണ്. എന്താണ് വശപ്പിശക്? ശ്വേതകേതുവിന്റെ മുമ്പിൽ വെച്ച് തന്റെ മാതാവിനെ ഒരു ബ്രാഹ്മണൻ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. ഷടാ, ഇതെന്റെ അമ്മയെ വേണ്ട, എന്റെ പിതാവ് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ എന്റെ അമ്മയെ ഒരാൾ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു. പിതാവിനോട് എന്ന് പരാതി പറഞ്ഞു പുത്രൻ. അല്ലയോ അച്ഛാ, വേണ്ട, അമ്മയെ പിടിച്ചുകൊണ്ട് പോകുന്നു.
അപ്പോൾ പിതാവ് ശാന്തനായി മകനെ ഉപദേശിച്ചു. ആ ബ്രാഹ്മണൻ അമ്മയെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് സനാതനമായ ധർമ്മം. ദേശധർമ്മ സനാതന, ദേശധർമ്മ സനാതന. എന്തായിരുന്നു പരിപാടി എന്താണെന്ന് പറഞ്ഞ സംഗതി വീണ്ടും ആ പ്രശ്നമാവും. ഇതൊന്നും പൊതുസദസ്സിൽ പറയാൻ കൊള്ളത്തില്ല. എന്തിനാണ് ഈ ബ്രാഹ്മണൻ അദ്ദേഹത്തെ വിളിച്ച് ഈ അമ്മയെ പിടിച്ചുകൊണ്ട് പോയത്? ലൈംഗിക ഉപഭോഗ ആസക്തി തീർക്കുന്നതിന് വേണ്ടിയാണ് പിടിച്ചുകൊണ്ട് പോയത് എന്ന് മഹാഭാരതം പറയും. പക്ഷെ അവസാനത്തെ വരി മാത്രം കേൾക്കുമ്പോൾ വളരെ നല്ലതാണെന്ന് തോന്നും. അതിന്റെ മുമ്പോട്ടുള്ള മുകളിലത്തെ വരി വായിച്ചു നോക്കുമ്പോഴാണ് സംഗതി വ്യക്തമാകുക. അപ്പൊ അത്ര മെച്ചപ്പെട്ട സംസ്കാരമൊന്നും അല്ല. നമ്മൾ ലജ്ജിക്കേണ്ട ചില സംസ്കാരവും ഉണ്ട് ഇതിനകത്ത് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് ലജ്ജിക്കേണ്ടി വരുന്നത്? നമ്മുടെ ആധുനികമായ ഒരു രാഷ്ട്ര വ്യവസ്ഥയ്ക്കകത്തും ജനാധിപത്യ സമത്വ സാഹോദര്യമുള്ള ഒരു ലോകക്രമത്തിനകത്തും ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ലജ്ജിക്കേണ്ടി വരുന്നത്. പക്ഷെ ഇതൊന്നും സനാതന ധർമ്മത്തിന്റെ വക്താക്കൾ പറയില്ല. ഈ കഥകളൊന്നും സന്ധ്യക്കിരുന്ന് ചൊല്ലുന്ന രാമായണ കീർത്തനങ്ങൾ എന്താശയമാണ് ലോകത്തോട് പങ്കുവെക്കുന്നത്? ഞാൻ നിരന്തരം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഗോപാൽഗുരു പറഞ്ഞിട്ടുള്ളത് പോലെ ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറയേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്? രാമായണം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനവാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യം അത് തീർത്ത് ചേതസി തെളിഞ്ഞിടുവാൻ വണങ്ങുന്നേ. ബ്രാഹ്മണരുടെ കാലിലെ പൊടി എന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ എന്നാണ് രാമായണത്തിലെ പ്രാർത്ഥന. ഇതാണ് 31 ദിവസവും 5 തിരിയിട്ട വിളക്കും കത്തിച്ച് കർപ്പൂരവും കത്തിച്ച് ചന്ദനത്തിരിയും പുകച്ചിരുന്ന് വായനയാ. ബ്രാഹ്മണരുടെ കാലിലെ പൊടി എന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ ഭഗവാനെ. ഈ രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത് എന്താണ്? മന്നിടത്തിങ്കൽ ദ്വിജത്വം ഉണ്ടായി വന്നാൽ പൂജിക്കാമാമടോ. നീ ഭൂമിയിൽ ബ്രാഹ്മണനായി ജനിച്ചാൽ ദ്വിജനായി ജനിച്ചാൽ എന്നെ പൂജിക്കാമെന്നാണ് എഴുത്തച്ഛന്റെ രാമൻ ആരെ ഉപദേശിക്കുന്നത്? ലക്ഷ്മണനെ ഉപദേശിക്കുന്നത്. ഈ രാമന്റെ രാജ്യമായിരുന്നു ഇപ്പൊ നിലയിൽ വന്നതെങ്കിൽ ഒറ്റ പിന്നാക്കക്കാർക്കും ഈഴവർക്കും നായന്മാർക്കും പൂജാരിയാകാൻ കഴിയുമായിരുന്നില്ല. കാരണം രാമൻ അതിന് അനുവദിക്കത്തില്ല. അനുവദിക്കില്ല എന്ന് തെളിയുന്ന കഥ വാൽമീകി രാമായണത്തിൽ തന്നെ ഉത്തരകാണ്ഡത്തിലുണ്ട്. ഉത്തരകാണ്ഡത്തിൽ പറയും, ഒരിക്കൽ അയോധ്യ രാജധാനിയുടെ വാതിൽക്കൽ മരിച്ചുപോയ ബ്രാഹ്മണകുമാരന്റെ ശവശരീരവുമായി ഒരു വൃദ്ധ ബ്രാഹ്മണൻ വന്ന് വിലപിക്കുവാൻ തുടങ്ങി. എന്റെ മകൻ മരിച്ചത് ഈ രാമരാജ്യത്തിൽ ഈ രാമന്റെ വൃത്തികെട്ട ഭരണം കാരണമാണ് എനിക്ക് ഈ ഗതി വന്നത്. എന്റെ മകൻ മരിച്ചു പോയത്. രാമൻ വസിഷ്ഠാദി ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി ചോദിച്ചു, എന്തുകൊണ്ടാണ് എന്റെ പുത്രൻ മരിക്കാൻ ഇടയായത്? വസിഷ്ഠാദി ബ്രാഹ്മണർ പറഞ്ഞു, ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും മാത്രമേ തപസ് ചെയ്യാറുള്ളൂ. നമ്മുടെ രാജ്യത്ത് ഈ 3 വർണ്ണത്തിൽപ്പെട്ടവരല്ലാതെ 4ാമത്തെ വർണ്ണത്തിൽപ്പെട്ട ശൂദ്രൻ തപസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണകുമാരൻ മരിക്കാൻ ഇടയായത്. ഉടനെ തന്നെ രാമൻ ആ തപസ് ചെയ്യുന്ന ശൂദ്രനെ അന്വേഷിച്ച് പുഷ്പകവിമാനത്തിൽ കയറി ഹിമവൽ സാനുക്കളിലേക്ക് യാത്ര ചെയ്തു. ഹിമവൽ സാനുക്കളിൽ എത്തിയപ്പോൾ അദ്ദേഹം കാണുന്ന എന്താണ്? വൃക്ഷത്തിൽ തലകീഴായി കിടന്ന് ഒരു ശൂദ്രൻ തപസ് ചെയ്യുകയാണ്. രാമൻ ആ ശൂദ്രന്റെ അടുത്ത് ചെന്നു ചോദിച്ചു. നമ്മൾ ആരെങ്കിലും കണ്ടാൽ ആദ്യം ചോദിക്കുന്നത് എന്താണ് താങ്കളുടെ പേര്? അങ്ങനെയാണല്ലോ ചോദിക്കുന്നത്. പിന്നെ കേരളത്തിനൊരു സവിശേഷ പ്രത്യേകതയുള്ളത്, എന്താണ് നിന്റെ പേര്? ചെല്ലപ്പൻ. എൻ്റെ അച്ഛൻ്റെ പേര്? ചെല്ലപ്പൻ്റെ അച്ഛൻ്റെ പേര് പറയും. ചെല്ലപ്പൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കുടുംബ പശ്ചാത്തലവും സാഹചര്യം ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ തങ്കപ്പൻ്റെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലെ എന്ന് വെച്ചാല് എങ്ങനെയും അയാൾ ഏത് ജാതിക്കാരനാണെന്ന് മലയാളിക്ക് അറിഞ്ഞേ പറ്റൂ. അതാണ് മലയാളിയുടെ ഒരു പ്രത്യേകത. നമ്മളിങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന കൂട്ടത്തില്ല. ജാതി അറിയുന്നതിന് ആ രീതിയാണ് നമ്മൾ പ്രത്യേക രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തരായ സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. കറുത്ത നിറത്തിലുള്ള ഒരു ശാന്തിക്കാലം വന്നാൽ കേരളത്തിലെ ഉന്നത കുല എങ്ങനെയാണ് അന്വേഷിക്കുന്നത്? CBI ഇത്ര വേഗത്തിൽ അന്വേഷിക്കത്തില്ല. അതിൽക്കാട്ടിലും വേഗത്തിൽ കുലസ്ത്രീകൾ ഈ ശാന്തിക്കാരുടെ ജാതി ഏതാണെന്ന് CBI അന്വേഷിക്കുന്നതിനേക്കാളും വേഗത്തിൽ ഉന്നത കുല പുരുഷന്മാരും ഉന്നത കുല സ്ത്രീകളും ശാന്തിക്കാരന്റെ ജാതി കണ്ടുപിടിച്ചിരിക്കും. അതാണ് മലയാളിയുടെ പുരോഗമനം എന്ന് പറയുന്നത്. നമ്മുടെ പുരോഗമനം എങ്ങനെയാണ്? നമ്മുടെ പുരോഗമനം പുറത്ത് മാർസും അകത്ത് പൂന്താനുമാണ്. പുറത്ത് മാർസും
അകത്ത് പൂന്താനും. ചുവന്ന പൊടി പിടിക്കുന്നുണ്ടാവും, പക്ഷെ അകത്ത് നല്ല ഒന്നാം തരം പൂണൂലാണ്. എന്നോട് ഈ വിമർശനം ഉന്നയിക്കുമ്പോഴൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, ത്രിവർണ്ണ പതാക ധരിക്കുന്നവരും കാവ്യ പതാക ധരിക്കുന്നവരുടെ ഉള്ളിലും ഇതൊക്കെ തന്നെയാണ് സാറേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവരോട് വിമർശനമില്ല, കാരണം നമ്മൾ പുരോഗമനകാരികളാണെന്നാണല്ലോ പറയുന്നത്. അപ്പം കൂടുതൽ വിമർശനം നമ്മുടെ നേർക്ക് തന്നെ വേണം. മറ്റേ നമ്മൾ ഒഴിഞ്ഞിട്ടിരിക്കുന്നത്, അതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാണല്ലോ നന്നാക്കാൻ നടക്കുന്നത്. അപ്പൊ നന്നാക്കാൻ നടക്കുന്നവർ കുറച്ച് നന്നാകണമല്ലോ ആദ്യം. ഈ രീതിയിലാണ്. അപ്പൊ നമ്മുടെ പൗരാണിക ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ സമകാലിക വ്യവസ്ഥയിൽ പോലും ആഴത്തിൽ പിടിമുറുക്കുകയും നമ്മുടെ വ്യവസ്ഥാക്രമത്തെ ആകമാനം നിലംപരിശാകുന്ന രീതിയിൽ സമത്വത്തെയും സാഹോദര്യത്തെയും സമ്പൂർണമായി തകർക്കുന്ന രീതിയിൽ ഈ പൗരാണിക ചരിത്രം നമ്മുടെ സമൂഹത്തെ ആഴത്തിൽ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്? ദളിതരോടുള്ള ശത്രുതയായി, മുസ്ലിങ്ങളോടുള്ള ശത്രുതയായി, അവരോടുള്ള വിദ്വേഷമായിട്ടാണ് ഈ പൗരാണിക ചരിത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെന്ന് വിശദീകരിക്കുക. മധ്യകാലത്ത് രചിക്കേണ്ട പൃഥ്വിരാജന്റെ ജയാനകന്റെ പൃഥ്വിരാജ വിജയം എന്ന് പറയുന്ന കൃതിയിൽ പറയുന്നത്, പൃഥ്വിരാജൻ എന്ന് പറഞ്ഞ രാജാവ് അവതരിക്കുന്നതിന് മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗംഗാദേവിയുടെ മധുരാവിജയം എന്ന് പറയുന്ന കൃതിയിൽ കമ്പൽ എന്ന് പറയുന്ന രാജാവ് രാമന്റെ അവതാരമാണെന്ന്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരിപാടി മുസ്ലിങ്ങളെ കൊല്ലലും സുൽത്താൻമാരെ ഇല്ലാതാക്കലുമാണ് എന്ന് ഗംഗാദേവിയുടെ മധുരാവിജയത്തിൽ എഴുതി വച്ചിരിക്കുന്നു. കേരളവാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മ അദ്ദേഹത്തിന്റെ ആംഗല സാമ്രാജ്യത്തിൽ പറയുന്നത്, കേരളത്തിൽ മുസ്ലിങ്ങൾ കാലുകുത്തിയപ്പോൾ കേരള ഭൂമി അശുദ്ധമായി എന്നാണ് AR രാജരാജവർമ്മ അദ്ദേഹത്തിന്റെ ആംഗല സാമ്രാജ്യത്തിൽ എഴുതിയിരിക്കുന്നത്. വലിയ വിപ്ലവകാരിയാണ്. വിപ്ലവം കൊണ്ട് രക്ഷയില്ല. എഴുത്തച്ഛൻ വിപ്ലവകാരി, പൂന്താനം വിപ്ലവകാരി, രാജരാജവർമ്മ വിപ്ലവകാരി, മൊത്തം കേരളം മുഴുവൻ വിപ്ലവകാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയ രാമപുരത്തുകാരി വിപ്ലവകാരി. അങ്ങനെ കേരളത്തിൽ ആരോ വിപ്ലവകാരികളല്ലാത്തത്? മൊത്തം വിപ്ലവകാരികളായിട്ടും ജാതി വ്യവസ്ഥയിൽ നിന്ന് കേരളത്തിന് ഇപ്പോഴും മോചനമില്ല. നോക്കൂ, എന്താണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്? ആഴിമകൾ ഒരുമിച്ച് ഒരു കട്ടിലിൽ മേലന്നേരം ഏഴാം മാളിക മുകളിൽ ഇരുന്നരുളും 7 ഉലകു വാഴിയായ തമ്പുരാൻ എത്രയും താഴത്തന്റെ വയസ്സിനെ ദൂരത്തു കണ്ടു കണ്ടാലെത്ര കഷ്ടം എത്രയും മുഷിഞ്ഞ ജീർണ വസ്ത്രം കൊണ്ടു തെറ്റുടുത്തിട്ട് ഉത്തരീയവും ഇട്ടു എന്ന് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് കാണും. കുചേലൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ ദാരിദ്ര്യം അനുഭവിക്കുകയാണ്. അല്ലെങ്കിൽ ബ്രാഹ്മണന്റെ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളിക്ക് വിശേഷപ്പെട്ട ദാരിദ്ര്യമാണല്ലോ, അല്ലേ? മറ്റാരും ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചാലും വഴിയിൽ വീണ് നടന്നാലും ഒരു പ്രശ്നമില്ല. പക്ഷെ ബ്രാഹ്മണന്റെ ദാരിദ്ര്യ ദുഃഖം മലയാളിക്ക് അസഹനീയമാണ്. ആ അസഹനീയതയുടെ നേർചിത്രമാണ് നമ്മൾ ആര്യം സിനിമയിൽ കണ്ടത്. വാഴക്കുലയുമായി പോകുന്ന മോഹൻലാലിനെ നിങ്ങൾ ഓർക്കുക. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടാവും. ഇഷ്ടംപോലെ വസ്തു കൊണ്ടില്ലേ, ഒരു വാഴ നടാമായിരുന്നു, അല്ലെങ്കിൽ ഒരു തെങ്ങ് നടാമായിരുന്നല്ലോ, അല്ലെങ്കിൽ വെണ്ടയ്ക്കെങ്കിലും നട്ടുകൂടായിരുന്നു എന്ന് മലയാളി ഇതുവരെ ചോദിച്ചിട്ടില്ല. കുചേലനോടും ഈ ചോദ്യം നമ്മൾ ചോദിച്ചിട്ടില്ല. കുചേലൻ ഇഷ്ടംപോലെ മക്കളുണ്ടായിരുന്നു. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് തൽക്കാലം പോകുന്നു. അദ്ദേഹത്തിന് അതിന് നേരമുണ്ടായിരുന്നു, സമയമുണ്ടായിരുന്നു. പക്ഷേ ഒരു വാഴ നടാൻ അദ്ദേഹത്തിന് സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കൃഷ്ണന്റെ കാല് പിടിക്കേണ്ടി വന്നത്. ഇല്ലെങ്കിൽ കൃഷ്ണന്റെ കാല് പിടിക്കാൻ കൊണ്ട് ഒരു കാര്യമില്ല. വാഴ നട്ട 10 വാഴ നട്ടാൽ മതിയായിരുന്നു. കൊലവെട്ടി കുട്ടികൾക്ക് കൊടുക്കാൻ 10-20 മക്കളുണ്ട്, 10-16 മക്കളുണ്ടായിരുന്നെന്നാണ് ഭാഗവത പുരാണം പറയുന്നത്. വാഴകൃഷി ചെയ്തുകൂടായിരുന്നോ? ചോദിച്ചില്ല മലയാളി കുചേലനോട്. ആ ചോദ്യം ചോദിക്കില്ല. കാരണം ഭാഗവത പുരാണത്തിലെ കഥ കേട്ട് മലയാളി കരയുവാണ്. സന്ധ്യക്കിരുന്ന് സീരിയൽ കണ്ട് കുടുംബവിളക്ക് മുതൽ തുടങ്ങുകയല്ലേ, കുടുംബവിളക്ക് മുതൽ കണ്ണീർ വാർക്കുകയാണ്. ദേശായി കുടുംബത്തിന്റെ കഥ കേട്ട് മലയാളി കണ്ണീരരിയുകയാണ്. കേരളത്തിൽ എവിടെയും ദേശായി കുടുംബമില്ലുണ്ടോ? പക്ഷെ സീരിയലിൽ ദേശായി കുടുംബത്തിലെ അമ്മായിയമ്മ പോര് കണ്ട് മലയാളി ദുഃഖത്തിലാഴുക. പക്ഷെ ഈ സീരിയലുകളിൽ ഒന്നിൽ പോലും ഒരു മുസ്ലിമിന്റെ കഥയില്ല, ദളിതരുടെ കഥയില്ല, ആദിവാസികളുടെ കഥയില്ല, ഒരു ഈഴവരുടെ കഥയില്ല, ഒന്നുമില്ല. മൊത്തം സവർണറുടെ കഥ പറയുന്ന സീരിയലുകളാണ് മൊത്തം മലയാളികൾ 6 മണി മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ഭീകര ഹിംസയാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്ത് ഇത്രയധികം വ്യത്യസ്ത മനുഷ്യരുണ്ടായിട്ട് ഒരു വിഭാഗത്തിന്റെ മാത്രം സീരിയല് അവരുടെ കുടുംബപുരാണം, കണ്ണീർ കഥകളും അമ്മായിയമ്മ പോരുമാണ് ഈ ലോകത്തിന്റെ പ്രശ്നം എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക ദിവസവും. എന്നിട്ട് നമ്മൾ പറയുന്നത് ഇന്ത്യ മഹാരാജ്യമാണ്, ഇവിടെ ജനാധിപത്യമാണ്,
ആനയാണ് ചേനയാണെന്നൊക്കെ വെറുതെ അങ്ങ് തെള്ളുക. യാഥാർത്ഥ്യം അതിന് ഘടകവിരുദ്ധമാണ് എന്നുള്ളതാണ്. യാഥാർത്ഥ്യം ഇതിനെല്ലാം വെല്ലുവിളിക്കുന്ന രീതിയിലാണ്. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത്, പൗരാണിക ഇന്ത്യ ചരിത്രം എന്ന് പറയുന്നത് ബ്രാഹ്മണ്യ ചരിത്രമായി വാഴ്ത്തപ്പെട്ട ഒരു ചരിത്രമായി മാറ്റി തീർക്കുകയും ആ ചരിത്ര നിർമ്മിതിയിലൂടെ ഈ ശ്രേണീകൃത അസമത്വത്തെ, ജാതി വ്യവസ്ഥയെ ഊട്ടിയുറപ്പിക്കുന്ന പുരാണങ്ങൾ വളരെ ശ്രേഷ്ഠങ്ങളാണെന്നും അവ അലങ്കരീയമാണെന്നും ചോദ്യം ചെയ്യലുകൾ അസാധ്യമാണ് എന്നുള്ള രീതിയിലേക്ക് വാഴ്ത്തപ്പെട്ടു സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ ഇതിനെ ചോദ്യം ചെയ്യുന്ന ഒരു വിമർശ പാരമ്പര്യം കേരളത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത്, രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു എന്ന് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത്. ഗുരുവിനത് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നു. ഗാന്ധിയുടെ മുഖത്ത് നോക്കി സഹോദരനയ്യപ്പൻ ചോദിച്ചു, യു ആർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ, നിങ്ങളുടെ കൃഷ്ണ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നു? ഗാന്ധി ചോദ്യം കേട്ട് വിറങ്ങലിച്ചു. ഗാന്ധിക്ക് മറുപടി ഉണ്ടായില്ല. ആ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം പിന്നീട് ആർക്കും ഉണ്ടായില്ല. നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നു. നടരാജ ഗുരുവിനോട് നാരായണ ഗുരുസ്വാമി പറഞ്ഞു, ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം. എന്താണ് ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം? കാരണം മുഴുവൻ കൊലപാതകങ്ങളുടെ അടിസ്ഥാന പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന ഗീതയാണ്. ആത്മാവ് അനശ്വരമാണല്ലോ, പിന്നെ കൊന്നാൽ എന്താ പ്രശ്നം? കൊന്നാൽ നീ കൊന്നോളൂ എന്നാ പറയുന്നത്. അർജുന, നീ എല്ലാവരെയും കൊല്ലൂ, കാരണം ആത്മാവ് എന്താണ്? അനശ്വരമാണ്. ആത്മാവ് അനശ്വരമാണെന്ന് പറയുന്ന അമ്മുമ്മ കഥ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ഗുജറാത്ത് കലാപം അരങ്ങേറിയത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും. ഗീതയുടെ പ്രത്യയശാസ്ത്രമാണ്. ആത്മാവ് അനശ്വരമാണെന്ന് പറഞ്ഞാൽ ആരെയും കൊല്ലുന്നതിനും പ്രശ്നമില്ല, ചാവുന്നതിനും പ്രശ്നമില്ല. കാരണം കൊന്നാലും സ്വർഗം കിട്ടും, ചത്താലും സ്വർഗം കിട്ടും. ഇതാണ് ആത്മാവിന്റെ അനശ്വര അമ്മുമ്മ കഥ. ഭീകര ഹിംസയാണ് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർമ്മ പുനർജന്മ സിദ്ധാന്തം എന്ന് പറയുന്ന അമ്മുമ്മ കഥ. ഈ ജന്മത്തിൽ നന്മ ചെയ്താൽ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകാൻ സാധിക്കും എന്ന് പറയുന്ന അമ്മുമ്മ കഥ. നമ്മുടെ ഒരു MP പറഞ്ഞല്ലോ, എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ഭഗവാൻ അയ്യപ്പന്റെ വിഗ്രഹത്തെ തുടങ്ങണമെന്ന്. അദ്ദേഹത്തിന് ഈ കർമ്മ പുനർജന്മ സിദ്ധാന്തത്തെ പറ്റി വേണ്ടത്ര പിടിയില്ല. കാരണം ഒരു ശൂദ്രന് നേരിട്ട് ബ്രാഹ്മണനായിട്ട് പ്രൊമോഷൻ ഇല്ല. ഇത് സർക്കാർ സംവിധാനമല്ല ഹയർ ഗ്രേഡിലേക്ക് പ്രൊമോഷൻ കിട്ടാൻ. കർമ്മ പുനർജന്മമാണ്. പ്രത്യേകം ഗസറ്റ് വിജ്ഞാപനമൊന്നും ഇല്ല ഈ കാര്യത്തിൽ. എന്ന് പറഞ്ഞാൽ ഒരു ശൂദ്രന് ബ്രാഹ്മണനാകാൻ കഴിയില്ല. ശൂദ്രൻ ആദ്യം ക്ഷത്രിയ പുരുഷനാകണം, ക്ഷത്രിയ സ്ത്രീ ആകണം, പിന്നെ ക്ഷത്രിയ പുരുഷനാകണം, പിന്നെ ബ്രാഹ്മണ സ്ത്രീ ആകണം, പിന്നെ ബ്രാഹ്മണ പുരുഷനാകണം. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ പിന്നീട് താഴെ വന്ന് പല്ലിയായും കുതിരയായും ഒക്കെ ജനിക്കേണ്ടി വരും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. പക്ഷെ നമ്മുടെ MP ആഗ്രഹിച്ചത് എന്താണ്? അദ്ദേഹത്തിൻ്റെ വിചാരം പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി അടുത്ത കൺട്രിയിൽ ആയിട്ട് ജനിച്ച് പൂജാരി ആകാവുന്നതാണ്. സാധിക്കില്ല. ഇന്ത്യൻ ഭരണഘടന ഇങ്ങനൊന്നും ജനിക്കാതെ തന്നെ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് പൂജാരിയാകാനും സ്വാതന്ത്ര്യമുള്ള വ്യക്തികളായി ജീവിക്കാനുമുള്ള അവസ്ഥ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. സായണന്റെ പ്രായശ്ചിത്ത സുധാനിധി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിൽ പറയും, ബ്രാഹ്മണ സ്വർണ്ണ ഹരണാത് ബഹുമൂത്ര പ്രമേഹവാൻ. ഈ ജന്മത്തിൽ പ്രമേഹം വരാൻ കാരണം എന്താണ്? ബ്രാഹ്മണ സ്വർണ്ണ ഹരണാത്. കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണന്റെ സ്വർണ്ണം അപഹരിച്ചത് കൊണ്ടാണ് ഈ ജന്മത്തിൽ എന്ത് വരുന്നത്? ബഹുമൂത്ര പ്രമേഹവാൻ. ബാത്റൂമിൽ നിന്ന് കയറാൻ നേരമില്ലാത്ത മൂത്രവഴിവിന്റെ കാരണം എന്താണ്? കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണന്റെ സ്വർണ്ണം അപഹരിച്ചു. ഇവിടെ ഇരിക്കുന്ന പ്രമേഹ രോഗികൾ കൈ പൊക്കാൻ പറഞ്ഞാൽ അവരെല്ലാം തന്നെ ബ്രാഹ്മണന്റെ സ്വർണ്ണം അപഹരിച്ചവരാണ് എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ കർമ്മ പുനർജന്മ സിദ്ധാന്തത്തിന്റെ അമ്മുമ്മ കഥകൾ പറഞ്ഞുകൊണ്ടാണ് വർഷങ്ങളായിട്ട് നമ്മളെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടിത്തട്ടിൽ മറ്റു ചില ചരിത്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വാസ്തുവിദ്യ പോലെയുള്ള വിദ്യാരൂപങ്ങളുണ്ട്. ഈ വാസ്തുവിദ്യ ഇപ്പൊ മനുഷ്യാലയ ചന്ദ്രിക, മയമതം മുതലായ സംസ്കൃത ഗ്രന്ഥങ്ങൾ എഴുതിയെല്ലാം ബ്രാഹ്മണന്റെ കുത്തകയാക്കി വെച്ചിരിക്കുകയാണ്. ഒന്ന് കുനിഞ്ഞൊരു പുല്ല് പറിക്കാത്ത ബ്രാഹ്മണനാണ് മനുഷ്യാലയ ചന്ദ്രിക എഴുതിയിരിക്കുന്നത്. ഒരു കുനിഞ്ഞൊരു പുല്ല് പോലും പറിച്ച ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല. ഒരു മുട്ടുസൂചി ഉണ്ടാക്കിയിട്ടില്ല, ഒന്നുമില്ല. ആരാണ് മനുഷ്യാലയ ചന്ദ്രികയുടെ യഥാർത്ഥ സൃഷ്ടാക്കൾ?
അത് കല്ലിൽ പണി ചെയ്ത കല്ലന്മാരും കൊല്ലന്മാരും ആശാരിമാരും മൂശാരിമാരുമാണ് യഥാർത്ഥത്തിൽ വാസ്തുവിദ്യയുടെ സൃഷ്ടാക്കൾ. അല്ലാതെ ഈ കാണുന്ന ക്ഷേത്രങ്ങളും കോട്ട കൊത്തകളങ്ങളും എല്ലാം ഇന്ത്യയിലെ ബ്രാഹ്മണർ കുത്തി ഉണ്ടാക്കിയതാണോ? അല്ല. അത് ഇന്ത്യയിലെ അധ്വാന ജനവർഗം ഉണ്ടാക്കിയതാണ്. അവരുടെ അറിവിനെ ബ്രാഹ്മണ്യം സ്വാംശീകരിച്ച് സംസ്കൃതത്തിലാക്കി. അങ്ങനെ അതിനെ ബ്രാഹ്മണവൽക്കരിച്ചു. കേരളത്തിലേക്ക് കൃഷി കൊണ്ടുവന്നത് ആരാണ്? കേരളത്തിലേക്ക് കൃഷി കൊണ്ടുവന്നതല്ല. കേരളത്തിലെ പുലേരും പറയരും അധ്വാന ജന വിഭാഗവുമാണ് കൃഷി ചെയ്തെടുത്തത്. പക്ഷേ രാജഗുരുക്കളെ പോലെയുള്ള ചരിത്രകാരന്മാർ പറഞ്ഞത് എന്താണ്? കേരളത്തിലേക്ക് കൃഷി കൊണ്ടുവന്നത് കേരളത്തിൽ വന്ന ബ്രാഹ്മണരാണെന്നാണ് കേശവൻ വെളുത്താട്ടും സംഘവും അവതരിപ്പിച്ച സിദ്ധാന്തം. ഒന്നുമില്ല. കേരളത്തിൽ കൃഷി ചെയ്തത് പുലേരും പറയരും ആദിവാസികളുമാണ് കേരളത്തിൽ കൃഷി ചെയ്തത്. ബ്രാഹ്മണൻ എന്ത് ജ്യോതിഷം കൊണ്ടുവന്നു എന്നാണ് ഈ ചരിത്രകാരന്മാർ പറയുന്നത്. കേരളത്തിൽ ജ്യോതിഷം കൊണ്ടുവന്നു ഒന്നുമല്ല. 15-16 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെടുന്ന തിരുവല്ല ഗ്രന്ഥത്തിൽ പറയുന്നത് മുഹൂർത്തം വാമനപ്പണിക്ക് പണം 1, മുഹൂർത്തം പാടകശ്ശേരിക്ക് പണം 1 എന്നാണ്. അതായത് ബ്രാഹ്മണർ വളരെ വിപുലമായ രീതിയിൽ ഇവിടെ അധിവസിക്കുന്നതിന് മുമ്പ് തന്നെ പണിക്കർമാർ മുതലായ അബ്രാഹ്മണ ജാതി വിഭാഗങ്ങൾക്ക് ജ്യോതിഷപരമായ അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. മുഹൂർത്ത പദവി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ബ്രാഹ്മണരിൽ ആരും തന്നെ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യരുത് എന്ന് മുഹൂർത്ത പദവിയുടെ ആമുഖത്തിൽ പുറയന്നൂർ നമ്പൂതിരിപ്പാട് എഴുതുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം മറ്റുള്ളവരെ ഇതിൽ തടയുന്നത്? കാരണം മറ്റുള്ളവരുടെ അറിവാണ് ഇവർ സ്വാംശീകരിച്ചിരിക്കുന്നത്. ആ സ്വാംശീകരിച്ചതിനു ശേഷം അവരെ കറിവേപ്പില പോലെ എടുത്തു കളയുന്ന പരിപാടിയാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം ചെയ്തത്. ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് മോഷണത്തിന്റെ ചരിത്രമാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വിദ്യയും സ്വത്തും പണവും അപഹരിച്ച് സ്വന്തമാക്കിയതിന്റെ ചരിത്രമാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിലുള്ളത് എന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു ഭാഗം പറഞ്ഞു വരുന്നു. രണ്ടാമത്തെ ഭാഗം എന്താണ് ധർമ്മം എന്ന് പറഞ്ഞതിന്റെ സംഭാഷണം അവസാനിപ്പിക്കാം. എന്താണ് ഇന്ത്യയുടെ ധർമ്മസങ്കല്പം എന്ന് പറയുന്നത്? ബുദ്ധൻ പറയുന്നൊരു ധാർമ്മിക സങ്കല്പമുണ്ട്. അത് മൈത്രി കരുണ മുദിതോപേക്ഷ മനസ്സി ഭാവയേത് എന്ന് പറയുന്ന സങ്കല്പമാണ്. മൈത്രിയും കരുണയും മുദിതവും ഉപേക്ഷയുമാണ് വേണ്ടത്. മൈത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈത്രി എന്ന് പറഞ്ഞാൽ കരുണയിലാണ്ട സാഹോദര്യം. മുദിതം എന്ന് പറഞ്ഞാൽ സന്തോഷം, കാരുണ്യത്തിലാണ്ട സന്തോഷം. ഉപേക്ഷ, മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കാനുള്ള മനോഭാവം. ഇതെല്ലാം കൂടെ ചേരുന്നതായിരുന്നു ബുദ്ധന്റെ ധർമ്മം എന്ന് പറയുന്നത്. എന്താണ് ഹിന്ദുത്വവാദികൾ പറയുന്ന സനാതന ധർമ്മം? അത് ജാതി ധർമ്മം തന്നെ. അത് ജാതി ധർമ്മം തന്നെ. എഴുത്തച്ഛൻ മഹാഭാരതം കിളിപ്പാട്ടിൽ പറയും, ബ്രാഹ്മണരോളം മഹത്വമില്ലാർക്കുമേ സാമ്യം ദ്വിജന്മാർക്ക് മറ്റൊന്നുമില്ലല്ലോ. ബ്രാഹ്മണരെക്കാളും മഹത്വപൂർണ്ണമായിട്ട് ആരും ഈ ലോകത്തിലില്ല. ശൂദ്രരെ പറ്റി എന്താണ് പറയുന്നത്? കേരളത്തിൽ നായന്മാരെയാണ് ശൂദ്രരെന്ന് ചട്ടമ്പിസ്വാമി തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാചീന മലയാളത്തിൽ പറയുന്നത് കേരളത്തിലെ നായന്മാരെയാണ് ബ്രാഹ്മണർ ശൂദ്രരായി പരിഗണിക്കുന്നത് എന്ന് പ്രാചീന മലയാളത്തിൽ ചട്ടമ്പിസ്വാമികൾ എഴുതുന്നുണ്ട്. ഈ ശൂദ്രരെ പറ്റി എഴുത്തച്ഛൻ പറയുന്നത് എന്താണ്? ശൂദ്രന്മാർ പരമവിഡ്ഢികളും കഴുതകളുമായിരിക്കണമെന്നാണ് എഴുത്തച്ഛൻ മഹാഭാരതം കിളിപ്പാട്ടിൽ പറഞ്ഞത്. പരമവിഡ്ഢികളായിരിക്കണമെന്നാണ്, കഴുതകളായിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എക്കാലവും ബ്രാഹ്മണന്റെ പാദസേവ ചെയ്ത് അടിമകളായി കഴിയേണ്ട വർഗമായി ശൂദ്രന്മാരെ ശാന്തരസ്മൃതിയും എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടും സ്ഥാനപ്പെടുത്തി. എന്നിട്ട് പറയുന്നത് എന്താണ്? ഭാഷാ പിതാവെന്നവർ. ആര്? എഴുത്തച്ഛൻ. ഏത് പുസ്തകം? ബ്രാഹ്മണരോളം മഹത്വമില്ലാക്കുന്നു സാമ്യം ദ്വിജന്മാർക്ക് മറ്റൊന്നുമില്ലല്ലോ. ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണേ. പേരെന്താണ്? ഭാഷാ പിതാവ്. ഏത് ഭാഷ? സാധാരണ ജനങ്ങളുടെ ഭാഷയല്ലിത്. ഇത് വരേണ്യവർഗത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഷയാണ്. മറ്റുള്ളവരെ അടിമകളാക്കുന്ന ഭാഷയാണ്. അപ്പോൾ ഭാഷാ പിതാവ് എന്ന് പറയുന്ന സങ്കല്പം തന്നെ അടിസ്ഥാനപരമായി പ്രശ്നവൽക്കരിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്ന അടിസ്ഥാനപരമായ കാര്യം. എവിടെ പോയി അറബി മലയാളം, മാപ്പിള മലയാളം, സുറിയൻ ക്രിസ്ത്യാനികളുടെ മലയാളം, അവരൊക്കെ സൃഷ്ടിച്ചെടുത്ത മലയാളം എവിടെ? യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു മലയാളം ഉണ്ടാക്കിയെടുത്തത്, ഒരു ഗദ്യ മലയാളം ഉണ്ടാക്കിയെടുത്തത് പാതിരിമാരാണ്, ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അവരുടെ ഗദ്യം കൈകാര്യം ചെയ്യുന്ന രീതികളാണ് കേരളത്തിന് ഒരു മലയാളം ഉണ്ടാക്കിയെടുക്കാനിട വരുത്തിയത്. ആ ചരിത്രം മറന്ന്, ആ ചരിത്രത്തെ മറച്ചു വെച്ചിട്ടാണ് എഴുത്തച്ഛനെ ഭാഷാപിതാവായി അവതരിപ്പിക്കുന്നത്. ഇത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ പല ചരിത്രങ്ങളെയും തമസ്കരിച്ചിട്ടും പല ചരിത്രങ്ങളെയും നിഗൂഹനം ചെയ്തു വെച്ചിട്ടും അമർത്തി വെച്ചിട്ടുമാണ് മറ്റു ചില കാര്യങ്ങളെ നമ്മൾ ഉയർത്തിക്കാട്ടുന്നത്.
അപ്പം ഭാഷാപിതാവായ എഴുത്തച്ഛനെ അവതരിപ്പിക്കുന്നതിലൂടെ എഴുത്തച്ഛൻ മാത്രമല്ല കേന്ദ്രത്തിലേക്ക് വരുന്നത്, എഴുത്തച്ഛൻ എഴുതിയ മഹാഭാരതം കിളിപ്പാട്ടും രാമായണം കിളിപ്പാട്ടും കൂടെ കേന്ദ്രത്തിലേക്ക് വരികയും ഭാഷയുടെ ഉൽപ്പത്തി മഹാഭാരതവും രാമായണവും ആണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ആ ആഖ്യാനം വികസിക്കുകയും ചെയ്യുന്നിടത്താണ് പ്രശ്നം കിടക്കുന്നത്. അങ്ങനെ രാമായണത്തിലും മഹാഭാരതത്തിലും അല്ല ഭാഷ ഉണ്ടായത്, ഭാഷ സാധാരണക്കാരുടെ ഇടയിലാണ് ഭാഷ ഉണ്ടായത്, അത് കൃഷി ചെയ്യുന്ന ആളുകളുടെ ഇടയിലാണ് ഉണ്ടായത്. അവിടെയാണ് ഭാഷ വികസിച്ചു വന്നത്, തീരദേശ മലയാളം വികസിച്ചു വന്നത്. തീരദേശത്തെ ജനങ്ങൾ സംസാരിച്ച ഭാഷ എവിടെ? അതുകൊണ്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ വിപുലമായി കാണേണ്ടി വരും. അങ്ങനെ വിപുലമായി ഒരു വലിയ ക്യാൻവാസിൽ ഇത് പരിശോധിക്കുമ്പോഴാണ് പൗരാണിക ചരിത്രം എന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമുക്ക് ആഴത്തിൽ ബോധ്യപ്പെടുക. അപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുന്നു. തുടർന്നുള്ള സംവാദത്തിൽ കൂടെ വിപുലമായ ചർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നാരായണ ഗുരുസ്വാമി പറയും, വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണ്. അപ്പോൾ വാദിക്കാനല്ല, പിന്നെന്തിനാണ്? അറിയാനും അറിയിക്കാനും. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗുരു അറിവിനെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്. നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരമില്ലാതെ പോയാലും അറിവായ നാം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതുവരെയുള്ള ബ്രാഹ്മണ സാഹിത്യത്തിൽ മനുഷ്യരെ ബ്രാഹ്മണരെന്നും ക്ഷത്രിയരെന്നും വൈശ്യരെന്നും ശൂദ്രരെന്നും അടയാളപ്പെടുത്തിയപ്പോൾ നാരായണ ഗുരുസ്വാമികൾ എല്ലാവരെയും അറിവായി കണ്ടു. എല്ലാവരും അറിവാണെന്ന് പറഞ്ഞു ഗുരു. നാം ശരീരമല്ല, അറിവാകുന്നു. എല്ലാവരെയും അറിവായി ഗുരു സ്ഥാനപ്പെടുത്തി. അതുവരെയുള്ള ബ്രാഹ്മണ സാഹിത്യത്തിലെ ദൈവസങ്കല്പം തൊട്ടുകൂടാത്ത ദൈവങ്ങളായിരുന്നു. ആരെയും തൊടാൻ പാടില്ല ദൈവത്തിന്. പക്ഷേ നാരായണ ഗുരുസ്വാമികൾ എന്ത് ചെയ്തു? തൊടുന്ന ദൈവസങ്കല്പത്തെ സൃഷ്ടിച്ചെടുത്തു. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവികൻ തോണി നിൻ പദം. ഞങ്ങളുടെ കൈവിടാത്ത ദൈവമേ എന്ന് കയ്യിൽ പിടിക്കുന്ന, കൈകളിൽ സ്പർശിക്കുന്ന, മനുഷ്യരെ സ്പർശിക്കുന്ന ഒരു ദൈവത്തെ നാരായണ ഗുരു ഭാവന ചെയ്യുകയും അതുവരെ സൃഷ്ടിക്കപ്പെട്ട രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ദൈവസങ്കല്പങ്ങളിൽ നിന്ന്, തന്ത്രഗ്രന്ഥങ്ങളുടെ ദൈവഭാവനകളിൽ നിന്ന് തികച്ചും വ്യതിരിക്തമായി ജനാധിപത്യ ബോധമുള്ള ഒരു ദൈവത്തെ നാരായണ ഗുരു സൃഷ്ടിച്ചെടുത്തു എന്നതാണ്. ആ ദൈവം സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനത്തെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ദൈവസങ്കല്പമായി ഗുരു അതിനെ ഭാവന ചെയ്യുകയും അരുവിപ്പുറത്ത് പാവങ്ങളുടെ കണ്ണീരുണക്കുന്നതിന് വേണ്ടി, ആ കണ്ണീർ വാർക്കലിൻ്റെ ആ കണ്ണീരിന് അവസാനം കാണുന്നതിന് വേണ്ടി നെയ്യാറിൽ നിന്നൊരു ശിലയെ മുങ്ങി തപ്പിയെടുത്ത് നവോത്ഥാന കേരളത്തിൻ്റെ ഹൃദയത്തിൽ പാകി എന്നുള്ളതാണ്. അതിന് നേർക്കാണ് കേരളത്തിൽ ഈ നവോത്ഥാന കേരളം എന്ന് പറയുന്ന ചരിത്രം. ഞാൻ ആ ചരിത്രത്തെ അറിവൊളി എന്ന് വിശേഷിപ്പിക്കാനാണ്. ജയരഘുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അറിവൊളി, ജ്ഞാനോദയ സമരം. ആ ജ്ഞാനോദയ സമരമാണ് നമുക്ക് തുടരേണ്ടത്. ആ ജ്ഞാനോദയ സമരം നമുക്ക് എവിടെയൊക്കെയോ വെച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് വർത്തമാനകാല കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, വർത്തമാനകാല ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ പലതരത്തിലുള്ള വിഷയങ്ങൾ. അത് മനുഷ്യരെ തുല്യരായി കാണുന്നില്ല എന്നുള്ളതാണ്. ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടത് ക്രൂരമായ ഹിംസയായിരുന്നു. അവർ വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ കക്കൂസിൽ പോയി കുടിക്കാൻ പറഞ്ഞു. ഗോബ്രാഹ്മണ ഹിതാർത്ഥായി ജഹിദുഷ്ടപരാക്രമം, പശുവിൻ്റെയും ബ്രാഹ്മണന്റെ ഹിതത്തിനായിട്ടാണ് ഞാൻ താടകയെ കൊന്നത് എന്ന് പറയുന്ന രാമന്റെ രാഷ്ട്രീയമാണ് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കാണുന്നത്. ഒരു ദളിത് സ്ത്രീയോട് അവരെ തുല്യ പൗരയായി അംഗീകരിക്കാത്ത വർത്തമാന കേരളത്തിലെ പോലീസുകാർ എങ്ങനെയുള്ളവരാണ്? ഫ്യൂഡൽ നാടവാഴി മാടമ്പിത്തത്തെ അനുസ്മരിപ്പിക്കുന്നവരാണ്. കേരള സാഹിത്യ അക്കാദമി നിലയിൽ വന്ന് ഇത്രയും വർഷങ്ങളായിട്ടും സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഒരു സവർണനല്ലാതെ ബാക്കിയുള്ള എത്ര പേർ വന്നു എന്ന് നമ്മൾ ആഴത്തിൽ പരിശോധിക്കണം. ആ അർത്ഥത്തിൽ നോക്കിയാൽ നമ്മൾ ജനാധിപത്യ കേരളമായി മാറിയിട്ടുണ്ടോ? കേരളത്തിൽ ദേവസ്വം ബോർഡുണ്ട്. കേരളത്തിൽ ദേവസ്വം ബോർഡിന് കീഴിൽ സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്. ഈ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ എത്ര ദളിതരും ആദിവാസികളും അസിസ്റ്റന്റ് പ്രൊഫസർമാരായിട്ടുണ്ട്? 0.03% ആണ് ദളിതരുടെ ആദിവാസികളുടെയും കേരളത്തിലെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രാതിനിധ്യം. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പൊതുപണം മുഴുവൻ ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് ഒഴുകുകയും
പൊതുപണം ഒഴുകാത്തൊരു മേഖലയായി ആദിവാസി ജനവിഭാഗങ്ങൾ മാറിത്തീരുകയും പഠിക്കാത്തത് കൊണ്ടാണോ? അല്ല. ഒരുപാട് മഹാത്മാ അയ്യങ്കാളി സ്വപ്നം കണ്ടത് 10 BA-ക്കാരാണെങ്കിൽ ഇന്ന് ആയിരക്കണക്കിന് BA-ക്കാരുണ്ട്, ആയിരക്കണക്കിന് PhD-ക്കാരുണ്ട്. പക്ഷേ അവരെ ഒന്നും തന്നെ ജോലിയിൽ എടുക്കാത്ത രീതിയിൽ അവരെ പുറന്തള്ളുന്ന ഒരു സംവിധാനം ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മാനവവിഭവശേഷി മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ IIT-കളിലെ 6049 അധ്യാപക തസ്തികകളിൽ 121 തസ്തികകളിലുള്ള ദളിത് പ്രാതിനിധ്യമല്ലാതെ ബാക്കി മുഴുവൻ വരേണ്യ സമുദായങ്ങളിൽ നിന്നുള്ളവരാണ് എന്ന് മാനവവിഭവശേഷി മന്ത്രാലയത്തിന് കണക്ക് തെളിയിക്കുന്നു. അങ്കുൽ പലിവാളിന്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ അധ്യാപക തസ്തികകളിൽ 97% വരേണ്യജാതിയിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ്. കേരളത്തിൽ നമ്മൾ വലിയ പുരോഗമന കേരളമാണ് എന്ന് പറയുമ്പോൾ പോലും കേരളത്തിലെ സർവകലാശാലകളിൽ എത്ര ദളിതർ വൈസ് ചാൻസലർമാരായിട്ട് വന്നിട്ടുണ്ട്? എവിടെയാണ് നമ്മുടെ പുരോഗമനം? നമ്മുടെ പുരോഗമനം എന്ന് പറയുന്നത് പ്രസംഗവേദികളിൽ മാത്രം ഉണ്ടായിരിക്കുകയും വീട്ടിൽ ചെല്ലുമ്പോൾ പുരോഗമനത്തിന് ചെരുപ്പഴിച്ച് വെളിയിലിട്ട് തികഞ്ഞ യാഥാസ്ഥിതികരായി അകത്തോട്ട് കയറിപ്പോവുകയും ചെയ്യുന്നവരായി മലയാളി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനൊരു ഇരട്ട വൈരുദ്ധ്യം മലയാളിയെ ചുറ്റി പിടിമുറുക്കിയിട്ടുണ്ട്. അതിനെ നമ്മുടെ ഈ കാവട്ടി അവസാനിപ്പിച്ചാൽ മാത്രമേ മലയാളി കൊണ്ടു നടക്കുന്ന കാവട്യം, ആ കാവട്യം എന്ന് പറയുന്നത് നമ്മുടെ വിവാഹ പരസ്യങ്ങളുണ്ടല്ലോ, മാട്രിമോണിയൽ കോളങ്ങൾ, അത് തെളിയിക്കുന്ന എന്താണ്? മലയാളി അത്രമേൽ പുരോഗമനകാരികളൊന്നും അല്ല, തനി ജാതിവാദികളാണ് എന്ന് തെളിയിക്കുന്നവയാണ് നമ്മുടെ പത്രങ്ങളിലെ വിവാഹ പരസ്യങ്ങളെല്ലാം. എന്നിട്ടും നമ്മൾ മാർക്സിസ്റ്റുകളാണ്, എന്നിട്ടും നമ്മൾ പുരോഗമനകാരികളാണ്. ഇതെങ്ങനെ ഒക്കുന്നടാവുക എന്ന് നാട്ടുഭാഷയിൽ ചോദിക്കുന്നല്ലോ. ഇതെങ്ങനെ സാധിക്കുന്നു? ഡോക്ടർ BR അംബേദ്കർ പറയും, ഒരു കൈയിൽ തത്വമസയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ എന്ന് ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കൈയിൽ തത്വമസയും മറുകൈയിൽ ജാതി വ്യവസ്ഥ ഒരുമിച്ച് കൊണ്ട് നടക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ താത്തു വെക്കേണ്ടി വരും. അതുകൊണ്ട് മലയാളി ഇരട്ട ജീവിതത്തിനകത്താണ്. നമ്മൾ പുറമേക്ക് പുരോഗമനകാരിയായി പ്രത്യക്ഷപ്പെടുകയും അകത്തു തന്നെ ജാതിവാദികളായി ജീവിക്കുകയും ചെയ്യുന്നവരാണ് മലയാളികൾ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഈ പ്രശ്നത്തെ മറികടക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു പുരോഗമനകാരിയായി മാറാൻ കഴിയും. എന്താണ് പുരോഗമനം? പുരോഗമനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന സങ്കല്പിച്ചെടുത്തിട്ടുള്ള, ഭാവന ചെയ്യുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന അടിസ്ഥാന ശിലകളിൽ ഊന്നുന്ന ജനാധിപത്യ മനോഭാവത്തിന്റെ പേരാണ് പുരോഗമനം എന്ന് പറയുന്നത്. അത്തരം പുരോഗമന മനോഭാവത്തിലേക്ക് മാറാൻ, കൂടുതൽ ജനാധിപത്യവാദികളായി മാറാൻ, കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരായി മാറാൻ ഇത്തരം സംവാദങ്ങൾ ഇടയാക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ.